ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓണത്തിനിടാൻ പറ്റിയ കുർത്ത സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. എല്ലാം മിന്ത്രയിൽ നിന്നാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു കുർത്തയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് സ്വിസ് ബ്യൂട്ടിയുടെ മാറ്റ് അവർ ലിപ്സ്റ്റിക്കാണ്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഏറ്റവും ഫസ്റ്റ് വരുന്ന ലിബാസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. ഇത് കുറച്ച് ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ്. മെറ്റീരിയൽ സിൽക്ക് ബ്ലെൻഡാണ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് എംബ്രോയ്ഡറി ഉണ്ട്. പിന്നെ നെക്കിലും യോക്ക് പോർഷനിലും എംബ്രോയ്ഡറി വരുന്നുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ആൻഡ് കുർത്തയുടെ ഫ്രണ്ടിലാണെങ്കിലും മെറ്റീരിയൽ ഡിസൈൻ വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. ഏറ്റവും അടിയിലും ഡിസൈൻ ഉണ്ട്. ഏറ്റവും അറ്റത്ത് കുഞ്ഞ് പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. ബാക്കിൽ പ്ലെയിൻ ആട്ടോ. പിന്നെ ഈ ഒരു കുർത്തയ്ക്കാണെങ്കിൽ സ്ലീവ്സ് ഒഴിച്ച് ഇത്രയും ഭാഗത്ത് ലൈനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് പർച്ചേസ് ചെയ്ത് മീഡിയം സൈസ് ആട്ടോ, എനിക്ക് കറക്റ്റാണ്. പിന്നെ ഞാൻ കാണിക്കുന്ന എല്ലാ കുർത്ത സെറ്റുകളും സൈഡിലിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. പിന്നെ രണ്ട് സൈഡിലും പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ. മെറ്റീരിയൽ ഒരു സിൽക്ക് ബ്ലെൻഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാട്ടോ. നെറ്റ് ഫാബ്രിക്കാണ്. പിന്നെ 4 സൈഡിലും ബോർഡർ വരുന്നുണ്ട്. അതിലിങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് ഉണ്ട് കേട്ടോ. ആൻഡ് ഈ ഒരു നെറ്റിലാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി ഉണ്ട്. ദുപ്പട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്ത് 2149 റുപ്പീസിനാണ്. പിന്നെ ഈ ഒരു ലിങ്കിലാണെങ്കിൽ വേറെ 4 കളർ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു കളർ ചേഞ്ചസിൻ്റെ കുർത്തയുടെ ഡിസൈന് മാറ്റമുണ്ട് കേട്ടോ. അടുത്ത് ഇൻഡോറേൻ്റെ ഒരു കുർത്ത സെറ്റാണ്. കുർത്ത പാൻറ് ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. നെക്കിൻ്റെ ഇവിടെയും യോക്ക് പോർഷനിലും നല്ല ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് ഉണ്ട് ആൻഡ് സീക്വൻസ് വർക്കും ഉണ്ട് കേട്ടോ. മെറ്റീരിയൽ ആണെങ്കിൽ ഒരു സെൽഫ് ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ടോപ്പിൻ്റെ ഫാബ്രിക് ഇവിടെ കൊടുത്തിട്ടുള്ള ലിവാന്നാണ്. ഒരു സിൽക്ക് ബ്ലെൻഡാണ് മെറ്റീരിയൽ. പാൻറ്റും സെയിം മെറ്റീരിയൽ ആട്ടോ. പാൻറ്റിൻ്റെ ഫാബ്രിക് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിൽക്ക് ബ്ലെൻഡ് എന്നാട്ടോ. കുർത്തയുടെയും പാൻറ്റിൻ്റെയും സെയിം മെറ്റീരിയൽ ആട്ടോ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്താണെങ്കിൽ ഓർഗൻസ മെറ്റീരിയലിൽ കുറച്ച് എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓർഗൻസ ഫാബ്രിക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ആട്ടോ ഈ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വരുന്ന എയർലൈൻ കുർത്തയാണ്. ആൻഡ് ഫ്രണ്ടിലാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്ലവറിൻ്റെ ഡിസൈൻ ആട്ടോ. ബാക്കിൽ വരുന്നില്ല. ബാക്കിൽ പ്ലെയിൻ ആണ്. ഈ ഒരു കുർത്തയ്ക്ക് ലൈനിങ് ഒന്നും വരുന്നില്ല. പിന്നെ ഞാൻ മേടിച്ചത് മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് പാൻറ്. ബാക്കിലാണ് എലാസ്റ്റിക്. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. സെയിം മെറ്റീരിയൽ ആട്ടോ. ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും സെയിം മെറ്റീരിയലാണ്. ഒരു സിൽക്ക് ബ്ലെൻഡ് ആട്ടോ. ചെറുതായിട്ട് ഷൈനിങ് ഉണ്ട് ഈ ഒരു മെറ്റീരിയലിന്. ഇതാണ് ദുപ്പട്ട. ഓർഗൻസ ഫാബ്രിക്കാണ്. പിന്നെ ചുറ്റും ഗോൾഡൻ ലേസ് വെച്ചിട്ടുണ്ട്. ഇത് ഇൻഡോറേൻ്റെ കുർത്ത സെറ്റാണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 1849 റുപ്പീസിനാണ്. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റാണ്. അടുത്ത് ഹൗസ് ഓഫ് പട്ടോടിയുടെ ഈ ഒരു കുർത്ത സെറ്റാണ്. സ്ലീവ്ലെസ് കുർത്ത സെറ്റാട്ടോ. എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്ത സെറ്റാട്ടോ. നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ മൊത്തം ഇങ്ങനെ ഡിസൈൻ ഉണ്ട്. ഈ ഒരു ഫാബ്രിക്കിൽ തന്നെയുള്ള ഡിസൈനാണ്. കുർത്തയുടെ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചാന്തേരി കോട്ടൺ ആണ്. പിന്നെ ഏറ്റവും അടിയിൽ ഇവിടെ ഹെവി ആയിട്ട് എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് ഉണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാണിത്. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. ബാക്കിൽ ഡിസൈൻ ഇല്ല, പ്ലെയിൻ ആണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷനാണെങ്കിൽ കുറച്ചിങ്ങനെ കയറിയിട്ടാണ് നിൽക്കുന്നത്. ഹോൾഡർ നെക്ക് അല്ല, പക്ഷെ എന്നാലും കുറച്ചിങ്ങനെ കയറിയിട്ടാട്ടോ നിൽക്കുന്നത്. മീൻസ് അധികം വൈഡ് ആയിട്ടല്ല കേട്ടോ വരുന്നത്. ഇതാണ് പാൻസ്. പ്ലെയിൻ ആട്ടോ. ബാക്കിലാണ് എലാസ്റ്റിക്. മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് സിൽക്ക് ക്രേപ്പ് ആട്ടോ. ഇതാണ് ദുപ്പട്ട. നെറ്റ് മെറ്റീരിയലാണ്. 4 സൈഡിലും ഗോൾഡൻ ലേസ് വെച്ചിട്ടുണ്ട്.
ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്ത് 1136 റുപ്പീസിനാണ്. പിന്നെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ്. അടുത്ത ഒരു ബ്യൂട്ടിഫുൾ കുർത്ത സെറ്റാട്ടോ. അനോക്കിൻ്റെ ഈ ഒരു കുർത്ത സെറ്റാണ്. കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ആൻഡ് സ്ലീവ്ലെസ് ആണ്. എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ കുർത്തയ്ക്കാണെങ്കിൽ ഇത്രയും ലെങ്ത് ഉള്ളൂ കേട്ടോ. പാൻറ്റ് കുറച്ച് ഫ്ലെയർ ഒക്കെ വരുന്നതാണ്. ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട്. ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട്. ഏറ്റവും അടിയിൽ ബോർഡർ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. പിന്നെ ബാക്കിലാണെങ്കിൽ ഇവിടെ ഹൂപ്പ് ആൻഡ് ബട്ടൺസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഹോളുണ്ട്. പിന്നെ ഇതിനാണെങ്കിൽ ഇത്രയും വരെ ലൈനിങ് ഉണ്ട്. ഇങ്ങോട്ട് ലൈനിങ് ഇല്ല. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. പിന്നെ ഇതാണെങ്കിൽ കോട്ടൺ മെറ്റീരിയലാണ്. വാഷ് ചെയ്യുമ്പം കുറച്ച് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. പാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. രണ്ട് സൈഡിലും പോക്കറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ഇവിടം തൊട്ടാണെങ്കിൽ ഫ്ലെയർ ആട്ടോ വരുന്നത്. പ്ലീറ്റ്സ് വരുന്നുണ്ട്. താഴത്തേക്ക് ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ടാട്ടോ പാൻസ്. ഏറ്റവും അടിയിൽ ബോർഡർ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാൻസ് ആട്ടോ. ആൻഡ് ഇതാണ് ദുപ്പട്ട. കോട്ടൺ മെറ്റീരിയലാണ്. ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്ത് 1119 റുപ്പീസിനാണ്. പിന്നെ ഈ ഒരു ലിങ്കിലാണെങ്കിൽ ഈ ഒരു സെയിം മോഡലുള്ള സ്ട്രെയിറ്റ് കുർത്ത സെറ്റ് വരുന്നുണ്ട്. സെയിം മെറ്റീരിയൽ കൊണ്ടുള്ള. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നുണ്ട്. അതിൻ്റെ സ്ട്രെയിറ്റ് ടൈപ്പ് കുർത്ത സെറ്റും അവൈലബിൾ ആണ്. പിന്നെ വേറെ മോഡൽ കുറേ കുർത്ത സെറ്റുകളുണ്ട് കേട്ടോ. ഈ ഒരു ലിങ്കിൽ കുറേ എണ്ണം ഉണ്ട്. അടുത്തത് ഒരു അനാർക്കലി കുർത്ത സെറ്റാണ്. കുർത്ത ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാട്ടോ. സ്ലീവ്ലെസ് ആണ്. എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. മെറ്റീരിയൽ ആണെങ്കിൽ ജോർജറ്റാണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ തന്നെ വർക്ക് വരുന്നുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാവേ. ആൻഡ് ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട് താഴെ വരെ. പിന്നെ താഴെയാണെങ്കിൽ കോട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. ഇങ്ങനെയാണ് ബാക്ക് വരുന്നത്. ഇവിടെ വള്ളിയുണ്ട്. നമുക്ക് ടൈ ചെയ്ത് വെക്കാം. ഇതിൻ്റെ അറ്റത്തും കോട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നെക്കിലൊക്കെ വെച്ചിട്ടുണ്ട് ലേസ്. ഒരു ക്രീം ഷെയ്ഡാണ്. നമുക്കിതിൻ്റെ കൂടെ ലെഗിൻസ് വെച്ച് പെയർ ചെയ്യാം. ഞാനിവിടെ പാൻറ്റിൻ്റെ കൂടെ ആട്ടോ ഇത് ഇട്ടിരിക്കുന്നത്. ഞാൻ മേടിച്ചിട്ടുള്ള എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയുടെ 4 സൈഡിലും ലേസ് വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ മിറർ വർക്ക്സ് ഉണ്ട് കേട്ടോ. ഫോയിൽ ടൈപ്പ് മിറേഴ്സ് ആട്ടോ ഇത്. 4 സൈഡിലും ടാസൽസ് ഉണ്ട്. നെറ്റ് ദുപ്പട്ടയാണ്. ആൻഡ് ഈ ഒരു ദുപ്പട്ടയിലാണെങ്കിൽ ഗോൾഡൻ സീക്വൻസ് വർക്ക് ഉണ്ട്. അപ്പോൾ ഇത് കുർത്ത ആൻഡ് ദുപ്പട്ടയുടെ സെറ്റാണ്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 1081 റുപ്പീസിനാണ്. അടുത്ത ലിബാസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കുർത്ത സെറ്റാട്ടോ. സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. ഇതിനാണെങ്കിൽ നെക്കിലും യോക്ക് പോർഷനിലും നല്ല ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വരുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ഉണ്ട് ഫ്ലോറൽ ഡിസൈനിലൊക്കെ. ആൻഡ് സീക്വൻസ് വർക്ക് ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഒരു പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ സീക്വൻസ് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി ഉണ്ട്. ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. സ്ലീവ്സിലൊഴിച്ച് ഇത്രയും ഭാഗത്ത് ലൈനിങ് വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഈ ഒരു ഫാബ്രിക്കിൽ തന്നെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്. ബാക്കിലില്ല കേട്ടോ. ബാക്കിൽ പ്ലെയിൻ ആണ്. ഏറ്റവും അടിയിൽ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് എംബ്രോയ്ഡറി സീക്വൻസ് വർക്കൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാട്ടോ. മെറ്റീരിയൽ ആണെങ്കിൽ സിൽക്ക് ബ്ലെൻഡ് ആണ്. ആൻഡ് ഞാൻ മേടിച്ചിട്ടുള്ള മീഡിയം സൈസ് ആട്ടോ. എനിക്ക് കറക്റ്റ് ആണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. 2 സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. ഏറ്റവും അടിയിൽ എംബ്രോയ്ഡറി ഉണ്ട്. എംബ്രോയ്ഡറി ആൻഡ് സീക്വൻസ് വർക്ക് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടയാട്ടോ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാട്ടോ. നല്ല ഹെവി ഡിസൈനാണ് വരുന്നത്. ആൻഡ് 4 സൈഡിലും ടാസൽസ് ഉണ്ട്. നല്ല ഹെവി ഡിസൈനാണ്. ഇതിലാണെങ്കിൽ 2 ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. റെഡ് ആൻഡ് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. കണ്ടോ? 2 ഷെയ്ഡ്സ് ഉണ്ട് ഈ ദുപ്പട്ടയിൽ.
അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 1919 റുപ്പീസിനാണ്. പിന്നെ ഈ ഒരു ലിങ്കിലാണെങ്കിൽ ഇതിൻ്റെ 3 കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. അടുത്ത ഹൗസ് ഓഫ് പട്ടോടിയുടെ ഈ ഒരു കുർത്ത സെറ്റാണ്. കുർത്തയിലാണെങ്കിൽ ഇങ്ങനെ ബ്രൊക്കേഡ് ഡിസൈൻ ആട്ടോ. 2 ഡിസൈൻ വരുന്നുണ്ട്. നടുക്ക് ഒരു ഡിസൈന്, പിന്നെ 2 സൈഡിലും വേറെ ഡിസൈൻ ആട്ടോ. നെക്കിലെ ഈ ഒരു സൈഡിലെ ഡിസൈൻ ആട്ടോ. ബാക്ക് ഇങ്ങനെയാണ്. ഇവിടെ ഹുക്ക് ഉണ്ട്, 2 ഹുക്ക് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. ബാക്കിലൊക്കെ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഞാൻ അത് പർച്ചേസ് ചെയ്ത് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഇതിൻ്റെ പാൻസിൻ്റെ മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഷാൻറ്റൂൺ ആണ്. കുറച്ച് തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. ലൈനിങ് ഒന്നും വരുന്നില്ല. ദുപ്പട്ടയാണ് ഷിഫോൺ മെറ്റീരിയലാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് സിൽക്ക് ഷിഫോൺ എന്നാണ്. 4 സൈഡിലും ലേസ് വെച്ചിട്ടുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാവേ. ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്ത് 1423 റുപ്പീസിനാണ്. അടുത്ത് ബെറിലിഷ്യസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ ഒരു കുർത്ത സെറ്റാണ്. എ ലൈൻ കുർത്ത സെറ്റാണ്. 3/4 സ്ലീവാണ്. ഇവിടെ ഗോട്ടാപ്പട്ടി ലേസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അംഗ്രക മോഡലാണ്. പിന്നെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ. ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ 2 വള്ളിയുണ്ട്. നമുക്ക് ടൈ ചെയ്ത് വെക്കാം. പിന്നെ ഈ ഒരു മെറ്റീരിയൽ തന്നെ ഡിസൈൻ വരുന്നുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അത്യാവശ്യം ഫ്ലെയർ ഒക്കെ ഉണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ സ്ലീവ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ലൈനിങ് ഉണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ സിൽക്കാണ്. ഇതാണ് പാൻസ്. പാൻറ്റിൻ്റെ മെറ്റീരിയലും സിൽക്കാണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റാണ്. പക്ഷേ റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റ് അല്ല കേട്ടോ. കുറച്ച് ഫിറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ കറക്റ്റ് സൈസാണ്. ഭയങ്കര ടൈറ്റ് ഒന്നും അല്ല കേട്ടോ. ഇതാണ് ദുപ്പട്ട. കുറച്ച് ഹെവി ആയിട്ടാട്ടോ ദുപ്പട്ട വരുന്നത്. മൊത്തം ഇങ്ങനെ ഡിസൈനാണ്. ഞാൻ ഇതിൻ്റെ ക്ലോസപ്പ് കാണിച്ചു തരാവേ. അപ്പോൾ ഈ ഒരു ലിങ്കിലാണെങ്കിൽ ഇതിൻ്റെ കുറേ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഞാനത് പർച്ചേസ് ചെയ്ത് 1431 റുപ്പീസിനാണ്. അടുത്ത് ഇൻഡോറേൻ്റെ ഈ ഒരു സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. യോക്ക് പോർഷനിലാണെങ്കിൽ നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വരുന്നുണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. സീക്വൻസ് വർക്കും ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും എംബ്രോയിഡറി ആൻഡ് സീക്വൻസ് വർക്ക് ഉണ്ട്. ഈ ഒരു കുർത്തയ്ക്കാണെങ്കിൽ സ്ലീവ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ലൈനിങ് വരുന്നുണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ തന്നെ ഡിസൈൻ വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് കേട്ടോ ഡിസൈന്. കുർത്തയുടെ ഫാബ്രിക് ചാന്തേടി സിൽക്കാണ്. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. പാൻറ്റിൻ്റെ മെറ്റീരിയൽ സിൽക്ക് ബ്ലെൻഡ് ആട്ടോ. ഏറ്റവും അടിയിലാണെങ്കിൽ ഒരു പടി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ എംബ്രോയിഡറി ആൻഡ് സീക്വൻസ് വർക്ക് ഉണ്ട്. ദുപ്പട്ടയാണെങ്കിൽ നെറ്റാണ്. 4 സൈഡിലും ലേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് 1579 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. ഹൗസ് ഓഫ് പട്ടോടിയുടെ കുർത്ത സെറ്റാട്ടോ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഗോൾഡൻ ലേസ് വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ സീക്വൻസ് വർക്ക് ഒക്കെ ഉണ്ട്. 2 ഡിസൈനിൽ വരുന്ന ലേസാണുള്ളത്. ആൻഡ് ഈ ഒരു യോക്ക് പോർഷനിലാണെങ്കിൽ ലേസ് വെച്ചിട്ടുണ്ട്. പിന്നെ എംബ്രോയിഡറി ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഓർഗൻസ ഫാബ്രിക്കാണ്. ഇത്രയും വരെ സീ ത്രൂ ആട്ടോ. പിന്നെ ഇവിടം തൊട്ടാണ് ഉള്ളിൽ വേറെ ഫാബ്രിക് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഫാബ്രിക് തന്നെ ആട്ടോ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് 2 ലെയർ ഓർഗൻസ ഉണ്ട് കേട്ടോ. ഇത്രയും വരെ സീ ത്രൂ ആണ്. അങ്ങനെ നോക്കുമ്പോൾ നെക്ക് കുറച്ച് ഡീപ്പാണ്. മെറ്റീരിയലാണെങ്കിൽ സിൽക്ക് ബ്ലെൻഡാണ്. സെൽഫ് ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ആട്ടോ. അതിലിങ്ങനെ ലൈൻസ് വരുന്നുണ്ട്. നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ്. ഗ്ലോസിപ്പിൽ കാണിച്ചു തരാം. ആൻഡ് ബാക്കിലാണെങ്കിൽ ഇവിടെ ഹൂപ്പ് ആൻഡ് ബട്ടൺസ് ഉണ്ട്. സ്ട്രെയിറ്റ് കുർത്തയാണ്.
പിന്നെ ഈ ഒരു കുർത്തയ്ക്കാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. സ്ലീവ്സിൽ ലൈനിങ് ഇല്ല. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. ഇതും സെയിം മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇതിനാണെങ്കിൽ ലൈനിങ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. ഇതാണ് ദുപ്പട്ട. സെൽഫ് ഡിസൈൻ വരുന്ന മെറ്റീരിയലാണ്. 4 സൈഡിലും ലേസ് വെച്ചിട്ടുണ്ട്. ദുപ്പട്ടയുടെ ഫാബ്രിക് ഇവിടെ കൊടുത്തിട്ടുള്ള ഓർഗൻസ കേട്ടോ. ദുപ്പട്ടയുടെ ഫാബ്രിക്കിൻ്റെ ത്രെഡ്സ് തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് 1439 റുപ്പീസിനാണ്. പിന്നെ ഈ ഒരു ലിങ്കിലാണെങ്കിൽ വേറെ പല ഡിസൈനിൽ വരുന്ന ഓഫ് വൈറ്റ് കുർത്ത സെറ്റുകളുടെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.